happy bastard shines like gold. A click away, a smile begins, where every card is full of wins. നിങ്ങളുടെ കയ്യിൽ ഒരു കിടിലൻ പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് നല്ല വിലയുമുണ്ട്. പക്ഷെ കസ്റ്റമറുടെ മുന്നിലെത്തുമ്പോൾ മാത്രം സെയിൽസ് നടക്കുന്നില്ല. എന്താണതിന് കാരണം? ഇന്ന് നമ്മൾ സെല്ലിങ്ങിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി തന്നെ പൊളിച്ചെഴുതാൻ പോവുകയാണ്. വിൽക്കുന്നതിലല്ല, സഹായിക്കുന്നതിലാണ് കാര്യം. നമുക്ക് തുടങ്ങാം. ഒരു സെയിൽസ്മാന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം അല്ലേ? ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാം വിശദീകരിച്ച് കഴിയുമ്പോൾ ഈ ഒരൊറ്റ വാചകത്തിൽ എല്ലാം തീരുന്നു. പക്ഷേ പേടിക്കണ്ട, ഇനി ഈ വാക്ക് കേട്ട് തലതാഴ്ത്തേണ്ടി വരില്ല. കാരണം നമ്മൾ നമ്മുടെ കളിക്കുന്ന രീതി തന്നെ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് വെറുമൊരു പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കാം എന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ സമീപനത്തിൽ വരുത്തേണ്ട ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. സെയിൽസിലെ വിജയമെന്നത് പ്രോഡക്റ്റിനെക്കുറിച്ചുള്ള അറിവിൽ മാത്രമല്ല, ശരിയായ മനോഭാവത്തിലും പിന്നെ സിമ്പിളായ 3 സ്റ്റെപ്പുകളുള്ള ഒരു ഫോർമുലയിലുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മന്ത്രം. ഒരു വിൽപ്പനക്കാരൻ എന്ന ചിന്തയിൽ നിന്ന് മാറി ഒരു സഹായി, ഒരു ഉപദേശകൻ, അതായത് ഒരു ഹെൽപ്പർ, ഒരു കൺസൾട്ടന്റ് എന്ന റോളിലേക്ക് നമ്മൾ സ്വയം മാറണം. നമ്മുടെ ലക്ഷ്യം പ്രോഡക്റ്റ് വിൽക്കുക എന്നതിനേക്കാൾ കസ്റ്റമറുടെ പ്രശ്നത്തിന് ഏറ്റവും നല്ലൊരു പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നതായാലോ? ഈ ഒരൊറ്റ വാചകം അത് നമ്മുടെ മനസ്സിലങ്ങ് പതിപ്പിച്ചേക്കുക. നിങ്ങൾ ഒരു ഉപദേശകനാണ്. പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി ഏറ്റവും നല്ല പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരാൾ. ഈ ഒരൊറ്റ ചിന്ത മതി നിങ്ങളുടെ സംസാരത്തെ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനെ, അവസാനം നിങ്ങളുടെ സെയിൽസിനെ തന്നെ മാറ്റിമറിക്കാൻ. റൈറ്റ്. അപ്പം നമ്മുടെ ഫോർമുലയിലെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഒരു കൺസൾട്ടന്റ് ആവുക. സിമ്പിളായി പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടർ പോലെയാകണം. ആദ്യം രോഗം കണ്ടുപിടിക്കണം, എന്നിട്ടല്ലേ മരുന്ന് കൊടുക്കാൻ പറ്റൂ. ഇതാണ് ആ വ്യത്യാസം. ഇടതുവശത്ത് നോക്കൂ, ഒരു ടേപ്പ് റെക്കോർഡർ പോലെ കാണുന്നവരോടെല്ലാം ഒരേ കാര്യം ആവർത്തിക്കുന്ന സെയിൽസ്മാൻ. എന്നാൽ വലതുവശത്തോ ഒരു ഡോക്ടറെ പോലെ ചോദ്യങ്ങൾ ചോദിച്ച് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കൺസൾട്ടന്റ്. ഒരാൾ പ്രോഡക്റ്റ് അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ മറ്റേയാൾ അവരുടെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതിലേതാണ് വിജയിക്കുക? ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. നിങ്ങളൊരു കടയിൽ ചെല്ലുമ്പോൾ പതിവ് പോലെ ചേട്ടാ എന്റെ കയ്യിലൊരു പുതിയ ബിസ്ക്കറ്റ് വന്നിട്ടുണ്ട് എന്ന് തത്ത പറയുന്ന പോലെ പറയുന്നതിന് പകരം ഇങ്ങനെയൊന്ന് ചോദിച്ചു നോക്കൂ. കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ സാധനം ഏതായിരുന്നു? ലാഭം കുറവാണെങ്കിലും ആളുകൾ സ്ഥിരം ചോദിച്ചു വരുന്ന ഏതെങ്കിലും ബ്രാൻഡുണ്ടോ? ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും നിങ്ങൾ അവരുടെ ബിസിനസ്സിൽ ശരിക്കും താൽപ്പര്യമുള്ള ആളാണ്, അല്ലാതെ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ മാത്രം വന്ന ഒരാളല്ല എന്ന്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 2ലേക്ക് വരാം. ഇവിടെയാണ് നമ്മൾ വായടച്ച് ചെവി തുറന്നു വയ്ക്കാൻ പോകുന്നത്. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ് ഒരു കസ്റ്റമറുടെ യഥാർത്ഥ ആവശ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ സിമ്പിൾ പക്ഷേ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു നിർദ്ദേശമാണിത്. നമ്മുടെ പ്രോഡക്റ്റിനെക്കുറിച്ച് ഇങ്ങനെ 1 മണിക്കൂർ പ്രസംഗിക്കുന്നത് അങ്ങ് നിർത്തുക. പകരം കറക്റ്റ് ചോദ്യങ്ങൾ ചോദിച്ച് കസ്റ്റമറെ കൊണ്ട് സംസാരിപ്പിക്കുക. അപ്പോൾ കൺട്രോളും നമ്മുടെ കയ്യിലാവും. കാരണം അവരുടെ ഉള്ളിലിരിപ്പ് അപ്പോഴാണ് പുറത്തു വരുന്നത്. ഈ ശരിയായ ചോദ്യങ്ങളെന്ന് പറയുന്നത് ഒരു മാസ്റ്റർ കീ പോലെയാണ്. അത് കസ്റ്റമറിന്റെ മനസ്സിലെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്ന ആ ഒരു ലോക്ക് തുറക്കാൻ നമ്മളെ സഹായിക്കും. ഏത് സ്റ്റോക്കാണ് ചേട്ടാ ഏറ്റവും കൂടുതൽ ടെൻഷൻ തരുന്നത്? ആളുകൾ ചോദിച്ചു വരുന്നതും എന്നാൽ കടയിലില്ലാത്തതുമായ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ഒരു നല്ല ബന്ധമുണ്ടാക്കാനും അവരുടെ ബിസിനസ് ശരിക്കും മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും. ഒരു ഡിറ്റർജന്റ് വിൽക്കാൻ പോയ ആളുടെ ഒരു കഥ പറയാം. അയാൾക്ക് നേരെ ചെന്ന് ഇതൊരു നല്ല ഡിറ്റർജന്റാണ്, വില കുറവാണ് എന്ന് പറയാമായിരുന്നു. പക്ഷെ അയാളെ ഡീലറോട് ചോദിച്ചതെന്താണെന്നറിയോ? ഇവിടുത്തെ ആളുകൾക്ക് വിലയാണോ അതോ ക്വാളിറ്റിയാണോ കൂടുതൽ പ്രധാനം? അപ്പോൾ ഡീലർ പറഞ്ഞു, ഇവിടെ വില കുറച്ചുകൂടിയാലും കറ നന്നായി പോകുന്നതിനാണ് ഡിമാൻഡ്. കണ്ടോ, ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് കളി മാറി. സെയിൽസ്മാന് തന്റെ പ്രോഡക്റ്റ് എങ്ങനെ പിച്ച് ചെയ്യണമെന്ന് തന്നെ ഐഡിയ കിട്ടി. ഇതിനെയാണ് നമ്മൾ ഫിയർലെസ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. പേടിക്കാതെ പക്ഷെ ബഹുമാനത്തോടെ കാര്യങ്ങൾ നേരെ ചോദിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസം നേടിയെടുക്കുന്നു, യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കുന്നു, ഒപ്പം അവർക്ക് വേണ്ട കറക്റ്റ് സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രോബ്ലം കണ്ടെത്തി, അവരുടെ ആവശ്യം മനസ്സിലാക്കി. ഇനി എന്താ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്? പരിഹാരം എങ്ങനെ അവതരിപ്പിക്കണം? ഇവിടെയാണ് നമ്മൾ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എണ്ണി പറയുന്നതിന് പകരം അത് അവർക്ക് എന്ത് ഫലം നൽകും എന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ഇതാണ് നമ്മുടെ 3ാമത്തെ റൂൾ. നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചറുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് അവർക്ക് വേണ്ട. ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിലോ ബിസിനസ്സിലോ എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്, അതാണ് അവർക്ക് കേൾക്കേണ്ടത്. നമ്മൾ ആ മാറ്റമാണ് വിൽക്കേണ്ടത്. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. ഈ ഫോണിന് 5000 mAh ബാറ്ററിയുണ്ട്. ഇതൊരു ഫീച്ചർ മാത്രമാണ്. എന്നാൽ ഇനി ദിവസം മുഴുവൻ യാത്ര ചെയ്യുമ്പോഴും ചാർജ് തീരുമോ എന്ന് ടെൻഷൻ അടിക്കേണ്ട. അതൊരു ഫീലിംഗ് ആണ്, ഒരു സമാധാനമാണ്. നമ്മൾ വിൽക്കേണ്ടത് ആ സമാധാനമാണ്. ഇനി വേറൊന്ന് നോക്കാം. പെയിന്റിന്
7 വർഷത്തെ വാറന്റി ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഫീച്ചറാണ്. എന്നാൽ അടുത്ത 7 വർഷത്തേക്ക് വീടിന്റെ ചോർച്ചയെക്കുറിച്ച് ഓർത്ത് ഉറക്കം കളയണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ വിൽക്കുന്നത് ടെൻഷനില്ലാത്ത ഉറപ്പാണ്. അവർക്ക് വേണ്ടതും അതുതന്നെ. ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ ഭാഷയിൽ സംസാരിച്ചു നോക്കാം. ഈ ബ്രാൻഡിന് 8 രൂപ മാർജിൻ കിട്ടും എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ പവർഫുള്ളാണ് ഇങ്ങനെ പറയുന്നത്. ഈ സാധനം പെട്ടെന്ന് വിറ്റുപോകുമ്പോൾ നിങ്ങളുടെ കടയിലെ 1 ഇഞ്ച് സ്ഥലത്തുനിന്ന് പോലും നിങ്ങൾക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാം. നമ്മൾ അവരുടെ ബിസിനസ് എങ്ങനെ വളർത്താമെന്നാണ് പറയുന്നത്, അല്ലാതെ നമ്മുടെ കമ്മീഷനെക്കുറിച്ചല്ല. നിങ്ങളൊരു ഓൺട്രപ്രണറോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് കൊടുക്കുന്ന ആളോ ആണെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പേര് പറയുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ അവർക്ക് എന്ത് റിസൾട്ടാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കണം. ഒരു ഉദാഹരണം പറയാം. ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യും എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറഞ്ഞു തുടങ്ങണം. ഞങ്ങൾ നിങ്ങൾക്കായി വർക്ക് ചെയ്താൽ എല്ലാ മാസവും ഏറ്റവും കുറഞ്ഞത് 200 പുതിയ ആളുകൾ നിങ്ങളുടെ കടയെപ്പറ്റി അറിയും. അങ്ങനെ അറിയുന്നവരിൽ നിന്ന് എല്ലാ മാസവും ഒരു 20 പുതിയ കസ്റ്റമേഴ്സെങ്കിലും നിങ്ങളുടെ കടയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് വരും. അതിന്റെ റിസൾട്ട് എന്താണെന്നറിയോ? വെറും 3000 രൂപ പരസ്യത്തിന് മുടക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും 10,000 രൂപയുടെ എക്സ്ട്രാ സെയിൽസ്. ഇപ്പൊ നിങ്ങൾ വിൽക്കുന്നത് ഒരു സർവീസ് അല്ല, പണം ഇരട്ടിപ്പിക്കുന്നൊരു മെഷീനാണ്. ആരാണത് വേണ്ടെന്ന് പറയുക? റൈറ്റ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ കളിയിൽ കൊണ്ടുവരാം എന്ന് നോക്കാം. ഇതാണ് നിങ്ങളുടെ പുതിയ ഗെയിം പ്ലാൻ. ഈ 3 കാര്യങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ മനസ്സിൽ വെച്ചാൽ മതി. 1, ഞാനൊരു ഡോക്ടറെ പോലെ പ്രശ്നം കണ്ടുപിടിക്കുന്നുണ്ടോ? 2, അവരുടെ യഥാർത്ഥ ആവശ്യം മനസ്സിലാക്കാൻ ഞാൻ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ? 3, ഞാൻ ഫീച്ചേഴ്സ് ആണോ അതോ അവർക്ക് കിട്ടുന്ന ഗുണങ്ങളാണോ സംസാരിക്കുന്നത്? ഈ 3ഉം ശരിയായാൽ പിന്നെ സെയിൽസ് നടന്നിരിക്കും, ഉറപ്പ്. അപ്പോൾ എങ്ങനെ? നാളെ നിങ്ങളുടെ അടുത്ത കസ്റ്റമറെ കാണുമ്പോൾ ഈ പുതിയ രീതിയൊന്ന് പരീക്ഷിച്ചു നോക്കില്ലേ? വിൽക്കുന്നത് നിർത്തുക, സഹായിക്കാൻ തുടങ്ങുക. കേവലം ഒരു വിൽപ്പനക്കാരനാകുന്നതിനും ഒരു വിശ്വസ്തനായ ഉപദേശകനാകുന്നതിനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ സ്വയം അനുഭവിച്ചറിയും. വിശ്വസിക്കൂ, ആ ഒരൊറ്റ ഷിഫ്റ്റ് മതി നിങ്ങളുടെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ. Happy Bachelor shines like gold. A click away, a smile